എന്റെ അഭിപ്രായത്തിൽ KP ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ആ വരുത്തന്മാർക്ക് അങ്ങനെ തന്നെ കിട്ടണം. ഒരു കല്യാണം തീരുമാനിക്കുക, പിന്നെ ഒരു തോന്നലിന് വേണ്ടാന്ന് വെക്കുക. വള്ളപ്പുരല്ല അവന്റെ ഒക്കെ വീടാ കത്തിക്കേണ്ടത്. ഈ കേസിൽ ഞാൻ KPയുടെ ഭാഗത്താ. നിനക്കത് പറയാം. പോലീസിന് തന്നെ മുഴുവൻ കിട്ടിയ ഞങ്ങളുടെ പിള്ളേർക്കാ. KP നേരിട്ട് നിന്ന് കുറ്റം ഏറ്റു പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നല്ലത് അവരെ? KP പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണ ഗ്യാപ്പിൽ കിട്ടിയ കാര്യമോ പറഞ്ഞത്. ഏതായാലും മൈക്കിളച്ചൻ ഇടപെട്ടത് കൊണ്ട് ജയിലിൽ പോകാതെ പുറത്തിറങ്ങാൻ പറ്റി. നിന്റെ അമ്മയുടെ കൊണവതാരം കൊണ്ട് നിന്റെ എത്ര കല്യാണം ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവരുടെ ആരുടെയെങ്കിലും വള്ളപ്പര കത്തിച്ചോ? എന്താ കാര്യം? അച്ഛന് തീയുടെ അടുത്ത് നിൽക്കാൻ പറ്റൂലല്ല. കാരണം എന്താ, അകത്ത് മുഴുവൻ മണ്ണെണ്ണയല്ലേ. അതല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു അപകടമാണ്. അത് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് സംഭവിക്കണം. കല്യാണം വെടിക്കട്ടാ. ആ കാരണൊരു കാരണം നമ്മുടെ മോഹനും അപ്പച്ചനും ഒക്കെ തല്ലുകൊണ്ടില്ല. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഉണ്ണി കണ്ട. തുണി തൈ അപ്പൊ തന്നെ മകന് കിട്ടിയതാ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞത് പോലീസുകാരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അല്ല സെക്രട്ടറി, നഷ്ടപരിഹാരം എന്ത് കൊടുക്കേണ്ടി വരും? വള്ളത്തിന് കേടുപാട് പറ്റാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ആ വള്ളപ്പുരം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അതും താമരയുടെ തലയിലായി. നിനക്ക് വിഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ തോറ്റു തന്നൊന്നുമല്ല. പട്ടിണി കിടന്ന ആദ്യം ചാകുന്ന ഈ കളവനായിരിക്കും. അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സമാധാനമായിട്ട് ജീവിക്കണ്ട. എന്നാലും ഒന്ന് വിളിക്കുകയും കൂടി ചെയ്യാണ്ട് ഒറ്റയ്ക്കിരുന്ന് തട്ടയാണ്. എന്തിനാ വിളിക്കുന്നത്? ഉടമസ്ഥ കാവൽക്കാരൻ്റെ കൂടെ ആഹാരം കഴിക്കാറില്ലല്ലോ. എന്നാ ഈ ഉടമസ്ഥ കാവൽക്കാരന്റെ കൂടെ ഇരുന്നേ ആഹാരം കഴിക്കും. കാര്യം എന്താണെന്നറിയോ, സ്വന്തം അച്ഛൻ തന്നെ അവളുടെ കാവൽക്കാരൻ. വേണ്ട വേണ്ട, സോപ്പൊന്നും ഇടണ്ട. ഞാനിപ്പോ ഒരു ശല്യക്കാരനായിട്ടാ നിനക്ക് തോന്നുന്നത്. തോന്നലല്ല, ശല്യം തന്നെയാ. പുറംകടലിൽ വള്ളമായിട്ട് പോകുമ്പോ ചില തിരകളും കാറ്റും ഒക്കെ ശല്യമായിട്ട് വരും. കാറ്റിനെയും തിരകളെയൊക്കെ മറികടന്ന് മീൻ പിടിക്കുമ്പോഴേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ചില ശല്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാ. എന്താ നിക്കണേ, നടക്ക്. ഞങ്ങളെയും കൊണ്ട് ഇനി എങ്ങോട്ടാണച്ചോ? ഏതായാലും സിമിത്തേരിയിലേക്കല്ല, ധൈര്യമായിട്ട് എന്റെ കൂടെ വരിക. നിങ്ങളുടെയൊക്കെ ശരീരം പഴയ പോലെ ആക്കണ്ടേ? പോലീസുകാരന് ഇടിയേക്കാൾ ഭീകരായിരുന്നു അച്ചോ ആ ഒഴിച്ചിലാറിന്റെ ചവിട്ടി തിരുമല്ലേ. അത് ഈ ആഴ്ച മുഴുവൻ ചെയ്യേണ്ടതായിട്ട് വരും. അയ്യോ, ദോഷം പറയരുതല്ലോ. നമ്മുടെ പോലീസുകാർക്ക് നല്ല ആരോഗ്യ. എങ്ങനെയുണ്ട്? പിന്നെ നല്ല സുഖല്ലേ. ചങ്ങനാശ്ശേരിയിൽ നാടകം മുടങ്ങിയപ്പോ ഉത്സവ കമ്മിറ്റിക്കാര് തന്ന അതേ സുഖം. നിനക്കൊന്നും തോന്നരുത് താമരെ. ആ KP പോലത്തെ ഒന്ന് രണ്ട് അച്ഛന്മാരെ കൂടെ എടുക്കാണ്ടാവോ? എടി, അച്ഛനില്ലാത്ത നിനക്ക് അച്ഛനുണ്ടായൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ അച്ഛന്മാർക്ക് മക്കളില്ലാണ്ടായി പോവും. നിനക്കൊരച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ ദത്തെടുക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ കടപ്പുറത്ത് എന്തോരം അച്ഛന്മാരുണ്ട്. ഒറിജിനൽ അച്ഛൻ വരെ ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പൊ ഇവളെ പഴിച്ചിട്ട് എന്താ കാര്യം? എന്നാലും താമരെ, കേട്ടിടത്തോളം അയാള് നിനക്കൊരു തലവേദന. കഴിയുന്നതും വേഗം നല്ല രീതിയിൽ പറഞ്ഞു വിടാൻ നോക്ക്. വേണ്ടച്ചോ, ഇനി KPയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവാണ്ട് ഞാൻ നോക്കിക്കോളാം. ഇവള് നമ്മളെ കൊല്ലിച്ചടക്കോളൂട്ടാ. ഇങ്ങോട്ട് നടന്നേ, പണിയുണ്ട് വാ. പുഷ്പേച്ചി കട ഓർക്കാനായിട്ട് ഇപ്പൊ ഇതില് വരും. അണ്ണൻ എന്തെങ്കിലും കാര്യം തുറന്നു പറയണം. ഞാൻ എന്താ പറയാ? അത് ഞാൻ പറഞ്ഞായിരുന്നോ? ഒന്നെങ്കിൽ I love you എന്ന് പറയണം, അല്ലെങ്കിൽ കല്യാണത്തിന് സമ്മതാണോ എന്ന് ചോദിക്കണം. രണ്ടും പറയും. I love you എന്ന് പറയും, കല്യാണത്തിന് സമ്മതാണോ എന്ന് ചോദിക്കും. മതി, ഇതുപോലെ വിക്കില്ല അതങ്ങ് പറഞ്ഞാ മതി. ദേ വരുന്നുണ്ട്, ഞാനങ്ങ് മാറിനേക്കാം. എന്താ ചന്ദ്രേട്ടാ ഇവിടെ ഇങ്ങനെ നിക്കണേ? ഓ, അയില വാങ്ങിക്കാൻ പോണേണോ? അതല്ല, പിന്നെ കല്യാണത്തിന് I love you എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തവർക്ക് പ്രേമിക്കാൻ യാതൊരു യോഗ്യതയില്ല. പുഷ്പേച്ചിക്ക് മീൻകച്ചവടാവാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഈ പങ്കായം പോലെ ഒരു കൊട്ട അയിലും ഇവിടെ ഇരുന്നേനെ. തലയുടെ അസുഖം എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? മരവിപ്പാണെന്നാ? മരവിപ്പല്ല, മാറിയെന്ന് പറഞ്ഞതാ. ഏത് കല്യാണത്തിന് പോണ കാര്യം പറഞ്ഞേ? ആ കല്യാണം ഈ അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പുഷ്പേച്ചിയല്ലേ? രണ്ട് മന്ദബുദ്ധികളെ പ്രേമിപ്പിക്കാൻ നോക്കി എന്നെ വേണം പറയാൻ. മേലുവേദന മുഴുവനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടില്ല. മൈക്കിളച്ചന്റെ കഷായം 2 ദിവസത്തേക്കും കൂടിയില്ലേ? അത് തീരുമ്പോ വേദന മാറിക്കോളും. എന്നാലും KP ചെയ്തൊരു ചതി. എല്ലാവർക്കും ഉണ്ടാവും കുറ്റങ്ങളും കുറവുകളും. ഒന്നോർത്താ
താമരയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ? കെട്ടിയാനെ തല്ലി കൊള്ളിച്ചിട്ടും അവക്ക് ആ കാർന്നോരോടാണ് സ്നേഹം. അമ്മായി ഇങ്ങനെ ചുള്ളിക്കമ്പിന്റെ അടുത്തിരുന്ന് ആരെങ്കിലും അറിയാതെ അടുത്ത് അടുപ്പിൽ വെക്കോട്ടാ. ഓ തമ്പുരാട്ടെ പറഞ്ഞാല് ആനക്കടണ് അവന്. സരസ്വതി പറഞ്ഞതിലും കാര്യമുണ്ട്. അച്ഛനെ പോലെ കാരണവർ ഇവിടെ ഉള്ളത് അവർക്ക് സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ഇത്തിരി സഹിച്ചാലും തെറ്റൊന്നുമില്ല. സഹിച്ചോളാമേ, അല്ലെങ്കിലും അമ്മച്ചിക്ക് ഇവളുടെ കാര്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എല്ലാം. എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഇതും എന്റെ അമ്മ തന്നെയാ. അപ്പോ ഇത് നിന്റെ അമ്മയും ആ കാർന്നതിന്റെ അച്ഛനുമായിട്ട് വരുമ്പോ ഇവര് കെട്ടിയാലും കെട്ടിട്ട് വരുവാടി. അതിന് വേണ്ടാത്ത വർത്താനം പറയുന്നു. ഞാനൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളു. ആ റെപ്പേല് കുട്ടിച്ചേട്ടൻ ഈ സാധനം തലയിലാവെന്ന് പേടിച്ച് നാട് വിട്ടതാവാനേ വഴിയുള്ളൂ അല്ലേ? പോടാ അവിടുന്ന്. അങ്ങേരിക്ക് എന്നോട് ഒടുക്കത്തല്ല ഔവാർന്ന് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതെ, ആ കാർന്നവരുടെ മോൻ സിനിമ പ്രൊഡ്യൂസർ എന്നല്ലേ പറഞ്ഞേ? അതെ. ചേട്ടന് വല്ല ചാൻസ് നോക്കിക്കൂടെ സിനിമയില്? ശരിയാ, KP കൊണ്ട് ശല്യം അല്ലാതെ ഉപകാരം വല്ലതും ഉണ്ടാവും. നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം KPയോട് ആവശ്യപ്പെട്ടതാ. എന്തായാലും അപ്പച്ചൻ ചേട്ടന് വേണ്ടി KP അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഈ സിനിമ കയറാന്നുള്ളത് അപ്പച്ചേട്ടന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. മാത്രമല്ല ഒരാവശ്യമില്ലാണ്ട് ഞങ്ങളെ പോലീസുകാരെ തല്ലുകൊള്ളിച്ചേനി KPക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു അവസരം തരുന്നു. അത് മാക്സിമം യൂസ് ചെയ്യണം. ചിലപ്പോ മക്കളുമായിട്ടുള്ള വഴക്കൊക്കെ തീരാൻ ഇതൊരു നിമിത്തമായാലോ? അതെ, പക്ഷെ തന്റെ അഭിനയം കണ്ടിട്ട് മക്കളുടെ വഴക്ക് കൂടിയാലോ? വേണമെങ്കിൽ പോലെ ചാൻസ് കിട്ടാൻ അങ്ങനെ പലതും സഹിക്കേണ്ടി വരും. ഞാൻ അത്ര മോശം നടനൊന്നുമല്ല. KPSC അഭിനയിച്ചവരൊക്കെ സിനിമാ നടന്മാരാ. KPSC സണ്ണി, KPSC ലളിത, KPSC ഉമ്മർ. ആ അങ്ങനെ എത്ര പേര്. ആലപ്പി അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നിസാരക്കാരനായിരിക്കും, പക്ഷെ നാടകലോകത്ത് വലിയ ആള് തന്നെയാ. ആലപ്പി അപ്പച്ചന്റെ നാടകം ഉണ്ടെന്ന് കേട്ടാ ഉത്സവപ്പറമ്പിൽ ആള് കൂടും. അല്ലാനായിരിക്കും. ഇങ്ങേരുടെ മോന്റെ പടത്തിനകത്ത് എനിക്ക് ചാൻസ് വേണ്ടാട്ടാ മോന. ഞാൻ KP ഒരു തമാശ പറഞ്ഞല്ലേ? KPക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയേണ്ടത്. എന്റെ മക്കളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഇത്രയും കാലമായിട്ട് അവർ എന്നെ അന്വേഷിച്ചു വന്നോ? എന്താ പറ്റാഞ്ഞിട്ടാ? അല്ല, അവർക്ക് എന്നെ വേണ്ട, അതന്നെ. അവർക്ക് വേണമെങ്കിലും KP ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വേണ്ടി KP ഇത്തിരി നാണം കെട്ടാലും ആ നാണക്കേട് ഞങ്ങൾ സഹിച്ചോളാം. പോയ ഒരു വാക്കില്ല KP, കിട്ടിയ അപ്പച്ചൻ ഒരു ജീവിതവും. എന്തായാലും നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പച്ചൻ പോയി അവനെ ഒന്ന് കാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് പറ. മതി, ഈ ഒരു വാദം കിട്ടിയാ മതി. ബാക്കി ഞാൻ വാജ പഠിച്ചു വീഴ്ത്തിക്കോളാം. ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങല്ലേ? ക്രിസ്മസിന് റിലീസ് ഉദ്ദേശിക്കുന്നത്? ഇല്ലെന്നേ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശരി. സാർ നമസ്കാരം. സാർ ഞാൻ ആലപ്പി അപ്പച്ചൻ 2 കൊല്ലം KPSC സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഹാത്മാ തിയേറ്റേഴ്സിലാണ് സാർ. അഭിനയിക്കാനാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞ് ലൊക്കേഷനിൽ വന്ന് കണ്ടാൽ മതി. അല്ല സാർ, KP വരുന്ന വഴിക്ക് കമ്പനിയിൽ ഒന്ന് കയറി ഒരു ലോഡ് ഡെസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവന്റെ മുടി ഒന്ന് വെട്ടിയേക്കാന്ന് കരുതി. എടാ കുഞ്ഞുഞ്ഞെ, വല്യപ്പച്ചന്റെ സിനിമയിൽ അഭിനയിക്കുന്നു നീ. നിനക്ക് പറ്റിയ വേഷം ഉണ്ടടാ. അതെന്നെ കുഞ്ഞുഞ്ഞെ അങ്ങനെ പറയല്ലേ. ദേ അങ്കിളും കൂടെ അഭിനയിക്കും. അഭിനയിക്കാന്ന് പറ. കുഞ്ഞുഞ്ഞെ നല്ല ക്യാമറ ഫേസാ, നിർബന്ധിച്ച് അഭിനയിപ്പിക്കണം സാർ. ഭാവിയിൽ കുടുംബത്തിൽ നല്ലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവുമല്ലോ. ഇതൊരെണ്ണുള്ളോ? അല്ല, മൂത്ത ഒരാൾ കൂടി ഉണ്ട് സാർ. സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന. അതെ. എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ലൊക്കേഷനിൽ വന്നാൽ മതി. ഇയാള് പോണം. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാദർ കുര്യൻ പൗലോ പറഞ്ഞിട്ട് വന്നത്. ഞങ്ങളിപ്പോ അടുത്ത സുഹൃത്തുക്കളാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്കും അറിയാം. ഇപ്പൊ ഏത് കുടുംബത്തിലാ പ്രശ്നങ്ങളില്ലാത്ത. എന്നാലും KPക്ക് നിങ്ങളൊക്കെ വലിയ കാര്യം കേട്ടോ. കുഞ്ഞുഞ്ഞിന്റെ കാര്യം വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മക്കളോടായോണ്ട് ഉള്ള സത്യം പറയാം. നിങ്ങളുടെ ഫാദർ ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. ഇറങ്ങടോ വെളിയിൽ. സാർ ഇറങ്ങടോ. സാറേ, ഈ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. മൂപ്പര് ചെറിയൊരു ആത്മഹത്യ വന്നപ്പോ ഞങ്ങ രക്ഷിച്ചു കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ആളിപ്പോ നല്ല മിടുക്കനായിട്ടിരിപ്പുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങി പോയില്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. ഓരോരുത്തർ രാവിലെ കയറി വരും. നിങ്ങ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തിരിച്ചെടുത്താൽ മതി. ഇല്ല കാരണവരോ ഞങ്ങ വളർത്തിക്കോളാന്ന്. എനിക്കൊരു നല്ല റോള് തരാമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാന്ന്, എല്ലാം സോൾവ് ആക്കി തരാന്ന്. അയ്യോ, എന്റെ മക്കൾ എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ ഞാൻ അവരുടെ മുമ്പിൽ പോകാത്തെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ?